ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അറ്റോമോസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രഷറാണ്. പ്രഷർ എന്ന് പറയുന്ന വേർഡ് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയാറുണ്ട്. ഇനി മലയാളത്തിൽ മർദ്ദം എന്നുള്ള വാക്കും നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്യാറുണ്ട്. ന്യൂനമർദ്ദം എന്ന് പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. സോ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പ്രഷറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. സോ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്കൊരു ചിത്രം അനലൈസ് ചെയ്താലോ? ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് 2 സ്പോഞ്ചാണ്. ആദ്യത്തെ സ്പോഞ്ചിൻ്റെ മീതെ ഒരു കല്ല് കുത്തനെയാണ് വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സ്പോഞ്ചിൻ്റെ മീതെ കല്ല് കിടത്തി വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചിത്രം അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കുത്തനെ കല്ല് വെച്ച സ്പോഞ്ചിന് കൂടുതൽ ആഴത്തിൽ ഇങ്ങനെ താഴ്ന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ കെടുത്തി വെച്ചിരിക്കുന്ന കല്ല് കെടുത്തി വെച്ചിരിക്കുന്ന സമയത്ത് സ്പോഞ്ചിന് അത്രയും താഴെയായിട്ട് അല്ലെങ്കിൽ അത്രയും താഴ്ന്നിട്ടില്ല ആ ഒരു സ്പോഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു കുട്ടി ബെഡിൻ്റെ മേലെ നിൽക്കുന്നതായിട്ടും കാണാം, കിടക്കുന്നതായിട്ടും കാണാം. സ്വാഭാവികമായിട്ടും ചിത്രം നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും? കുട്ടി നിൽക്കുന്ന സമയത്താണ് ബെഡ് കൂടുതൽ ആഴത്തിൽ താഴ്ന്നു പോയിട്ടുള്ളത്. കിടക്കുന്ന സമയത്ത് അത്രയും ആഴത്തിൽ അവിടെ എന്ത് ചെയ്തിട്ടില്ല, താഴ്ന്നു പോയിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്കറിയാം കുട്ടി നിൽക്കുന്ന സമയത്തായാലും കിടക്കുന്ന സമയത്തായാലും ആ കുട്ടിയുടെ വെയിറ്റ് സെയിം തന്നെയാണ്. എന്നിട്ടും മാട്രസ് കൂടുതൽ താഴ്ന്നു പോയത് നിൽക്കുന്ന സമയത്താണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൂടുതൽ ആഴത്തിൽ താഴ്ന്നു പോകാൻ കാരണം? ഇതിനുള്ള റീസൺ നമ്മൾ ഈ പാഠം പഠിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് ഒരു ആക്ടിവിറ്റിയാണ്. ഇവിടെ നമ്മൾ 2 ബലൂണാണ് എടുക്കുന്നത്. ഇനി 2 കാർഡ്ബോർഡ് പീസ് എടുക്കുന്നുണ്ട്. ഒരു കാർഡ്ബോർഡിൻ്റെ മേലെ ഒരു ആണി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബലൂണിനെ ആ ഒരു ആണിയുടെ മേലെ വെക്കുക. എന്താ സംഭവിക്കുക? ബലൂൺ പെട്ടെന്ന് തന്നെ പൊട്ടും. ഇനി രണ്ടാമത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാർഡ്ബോർഡ് പീസിൻ്റെ മേലെ ഒരുപാട് ആണികൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മീതെയാണ് നമ്മൾ ബലൂൺ വെക്കുന്നത്. സോ ഒറ്റ ആണി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ബലൂൺ പൊട്ടുന്നുണ്ടെങ്കിലും ഒരുപാട് ആണികൾ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ബലൂൺ അത്ര പെട്ടെന്ന് പൊട്ടുന്നില്ല. സോ ഇതിൻ്റെ കാരണം എന്തായിരിക്കും? ഇവിടെ നോക്കുകയാണെങ്കിൽ 2 കേസിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരേ ഫോഴ്സാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അതായത് ഒറ്റ ആണി ആവുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടി, ഒരുപാട് ആണികൾ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ബലൂൺ പൊട്ടുന്നില്ല. അപ്പോൾ അതായത് അതിൻ്റെ കോണ്ടാക്റ്റ് വരുന്ന സർഫസ് ഏരിയയിൽ മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് റിസൾട്ടും മാറുന്നുണ്ട്. 2 കേസിലും നമ്മൾ ഒരേ ഫോഴ്സാണ് കൊടുക്കുന്നത്. പക്ഷേ അത് കോണ്ടാക്റ്റ് വരുന്ന സർഫസ് ഏരിയയിൽ മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് എന്ത് മാറുന്നുണ്ട്? ഇതിൻ്റെ റിസൾട്ടും മാറുന്നുണ്ട്. ഇവിടെ റിസൾട്ടിൽ വേരിയേഷൻ വരാൻ കാരണം പ്രഷറിലുള്ള ഡിഫറൻസ് ആണ്. സോ പ്രഷർ മാറുന്നതിനനുസരിച്ച് റിസൾട്ടിലും മാറ്റം വരും. സോ എന്താണ് പ്രഷർ? പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുക. ആ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നതായിരിക്കണം? നോർമലി അല്ലെങ്കിൽ നമ്മുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രഷർ എന്ന് പറയുക. അപ്പോൾ നോർമലി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ആ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എന്തെന്ന് പറയുന്നത്? നോർമലി ആക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്ത്? ഈ ഒരു പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ നോർമലി ആക്ടിങ് ഫോഴ്സ് എന്ന് പറയുക. സോ പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രഷർ എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത ഫിഗർ നോക്കാം. ഇവിടെ ഒരുപാട് കോൺക്രീറ്റ് സ്ലാബ് മണ്ണിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആദ്യത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ കൂടുതൽ കല്ലുകളും, അതായത് സർഫസ് ഓഫ് കോണ്ടാക്റ്റ് അവിടെ കൂടുതലാണ്. 4 കല്ലുകളാണ് സാൻഡ് അല്ലെങ്കിൽ മണ്ണിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഏറ്റവും മണ്ണുമായി കോണ്ടാക്റ്റ് വരുന്നത് ഒറ്റ സ്ലാബ് മാത്രമാണ്. ബാക്കിയൊക്കെ അതിൻ്റെ മേലക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഫിഗറിൽ 4 കല്ലും എന്താണ് മണ്ണിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഫിഗറിൽ ഒറ്റ കല്ല് മാത്രമാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ അതിൻ്റെ മുകളിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയായിരിക്കും പ്രഷർ കൂടുതൽ? രണ്ടാമത്തെ ഫിഗറിലായിരിക്കും എന്ത് കൂടുതലുള്ളത്? പ്രഷർ കൂടുതലുള്ളത്. അതായത് ആ ഒരു ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത്രത്തോളം കൂടുതലായിരിക്കും. ഇവിടെ സ്ലാബിൻ്റെ വെയിറ്റ് എങ്ങനെയാണ് മണ്ണിൽ പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നോർമലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ത്രസ്റ്റ്. സോ ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫോഴ്സാണ്. ദ ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ എ സർഫസ്. ഒരു സർഫസിന് നോർമലി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ത്രസ്റ്റ്. സോ ഈ ഒരു ഫിഗറിൽ സ്ലാബ്, കോൺക്രീറ്റ് സ്ലാബ് എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിൻ്റെ മേലെയായിട്ട്
ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോഴ്സിനെ നമ്മൾ എന്ത് പറയും? ത്രസ്റ്റ് എന്ന് പറയും. സോ ത്രസ്റ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ എ സർഫസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രഷറിനെ മാറ്റി എഴുതിക്കൂടെ? നേരത്തെ നമ്മൾ പറഞ്ഞു പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുക. എങ്ങനെയുള്ള ഫോഴ്സ് ആയിരിക്കണം? ദ ഫോഴ്സ് ആക്ടിങ് നോർമലി, അല്ലേ? നോർമലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ എ സർഫസ് ഈസ് കോൾഡ് ത്രസ്റ്റ്. ഒരു സർഫസിൽ നോർമലി ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ത്രസ്റ്റ് എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രഷറിനെ മാറ്റി എഴുതാം. പ്രഷർ ഈക്വൽ ടു എന്ത് എഴുതാം? ത്രസ്റ്റ് ബൈ ഏരിയ എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി പ്രഷറിനെ പി എന്നും ത്രസ്റ്റിനെ എഫ് എന്നും ഏരിയനെ എ എന്നും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനൊരു ഇക്വേഷൻ കൊടുക്കാം. പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ, വേർ പി എന്ന് പറയുന്നത് എന്താണ്? പ്രഷറാണ്. എഫ് എന്ന് പറയുന്നത് ത്രസ്റ്റാണ്. എ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ആണ്. ഇനി എന്താണ് പ്രഷറിൻ്റെ യൂണിറ്റ്? പ്രഷറിൻ്റെ യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ത്രസ്റ്റിൻ്റെ യൂണിറ്റ് ബൈ യൂണിറ്റ് ഓഫ് ഏരിയ, ഏരിയയുടെ യൂണിറ്റ് ചെയ്താൽ മതി. നമുക്കറിയാം ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സാണ്. സോ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ പ്രഷറിൻ്റെ യൂണിറ്റ് വരിക? ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ എന്നാണ് വരിക. ഇനി പ്രഷറിൻ്റെ SI യൂണിറ്റ് ആണ് പാസ്കൽ. സോ നമുക്ക് ഏതൊക്കെ യൂണിറ്റ് ഉണ്ട്? പാസ്കലിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ എന്ന് പറയും. സോ ഒരു പാസ്കൽ എന്ന് പറയുന്നത് എത്രയാണ്? 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്ത ഫിഗർ നോക്കുക. ഇവിടെ 3 രീതിയിൽ ഒരേ കല്ല് 3 രീതിയിൽ വെച്ചിട്ടുള്ളതായിട്ട് കാണാം. ഒന്നിങ്ങനെ കെടുത്തി വെച്ചിട്ടുണ്ട്, ഒന്നിനെ ചെരിച്ച് വെച്ചിട്ടുണ്ട്, ഒന്നിനെ കുത്തനെയാണ് വെച്ചിട്ടുള്ളത്. ഇതിലേത് സമയത്താണ് അവിടെ കൂടുതൽ പ്രഷർ അനുഭവപ്പെടുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഈ 3 കല്ലിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണ്. ആൻഡ് ഇത് കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ്. സോ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, മണ്ണിൻ്റെ മേലെ കല്ല് വെക്കുന്ന സമയത്ത് അവിടെ എന്താ ഉണ്ടാവുക? ആ ഫോഴ്സ് നോർമലി ആണ് ആക്ട് ചെയ്യുക. അതായത് ആ ഫോഴ്സ് പെർപെൻഡിക്കുലർ, മണ്ണിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നോർമലി ആണ് എന്ത് ചെയ്യുക? അവിടെ ആക്ട് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 3 കേസും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ ദ സർഫസ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറഞ്ഞ പേരാണ് ത്രസ്റ്റ്. ഇവിടെയുള്ള 3 കേസിലും ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഒരേ വെയിറ്റുള്ള കല്ലാവുമ്പോൾ അത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ ത്രസ്റ്റ് കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് പിന്നെ നമ്മൾ പ്രഷർ എങ്ങനെ കാണാം? പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സർഫസ് ഏരിയ. ത്രസ്റ്റ് എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ പിന്നെ പ്രഷർ എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? സർഫസ് ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് സർഫസ് ഏരിയ കൂടുക എന്ന് വിചാരിക്കുക. അതായത് കല്ല് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം ഒരുപാടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു കോണ്ടാക്റ്റിൽ വരുന്ന, മണ്ണിനായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ആ ഒരു സർഫസ് ഏരിയ കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കുറയും? പ്രഷർ കുറയും. ഇനി ഈ ഒരു സർഫസ് ഏരിയ കുറവാണെന്ന് വിചാരിക്കുക. സർഫസ് ഏരിയ കുറവാണെങ്കിൽ അവിടെ എന്താണ്? നല്ല രീതിയിൽ പ്രഷർ അനുഭവപ്പെടും. സോ വെൻ സർഫസ് ഏരിയ ഇൻക്രീസസ് ദ പ്രഷർ ഡിക്രീസസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ്, വെൻ സർഫസ് ഏരിയ ഡിക്രീസസ് ദ പ്രഷർ ഇൻക്രീസസ്. അപ്പോൾ അത് കോണ്ടാക്റ്റ് വരുന്ന ഭാഗം അല്ലെങ്കിൽ സർഫസ് ഏരിയ കൂടുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എന്ത് ചെയ്യും? കുറയും. ഇനി സർഫസ് ഏരിയ കുറയുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന പ്രഷറും കൂടും. അപ്പോൾ ഏത് രീതിയിലായിരിക്കും കൂടുതൽ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടായിരിക്കുക? നമ്മൾ കല്ല് കുത്തനെ വെക്കുന്ന സമയത്താണ് അവിടെ എന്ത് ചെയ്യുക? കൂടുതൽ വെയിറ്റ് അനുഭവപ്പെടുക. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കൂൾ ബാഗിന് പൊതുവെ വൈഡായിട്ടുള്ള സ്ട്രാപ്പാണ് ഉണ്ടായിരിക്കുക. ഇനി അതിന് പകരം വളരെ തിന്നായിട്ടുള്ള സ്ട്രാപ്പ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ അവിടെ കൂടുതൽ പ്രഷർ അനുഭവപ്പെടുകയും നമുക്ക് നന്നായിട്ട് വെയിറ്റ് അനുഭവപ്പെടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഷോൾഡറൊക്കെ നന്നായിട്ട് ഹേർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. സോ വൈഡ് സ്ട്രാപ്പ് ആവുന്ന സമയത്ത് അവിടെ സർഫസ് ഏരിയ കൂടുതലാണ്. സർഫസ് ഏരിയ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കുറയും? പ്രഷർ കുറയും. നമുക്ക് അത്രത്തോളം വെയിറ്റ് അനുഭവപ്പെടില്ല. അതുകൊണ്ടാണ് ബാഗിനൊക്കെ വൈഡ് സ്ട്രാപ്പ് ഉള്ളത്. ഇനി നമ്മൾ കത്തി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തിയുടെ ഏത് ഭാഗം കൊണ്ടാണ് കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് മുറിക്കാൻ പറ്റുക? ആ ഷാർപ്പ് എഡ്ജ് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ഏതൊരു വസ്തുവിനെയും കട്ട് ചെയ്യാനായിട്ട് പറ്റുക. അതായത് ആ ഒരു ഷാർപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തെ സർഫസ് ഏരിയ വളരെ കുറവാണ്. ഇപ്പോൾ സർഫസ് ഏരിയ കുറയുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാനായിട്ട് പറ്റും.
ഇനി അടുത്ത ടോപ്പിക്കാണ് ലിക്വിഡ് പ്രഷർ. ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്ന വാക്യം തന്നെ നമുക്ക് ക്ലിയർ ആവും. ലിക്വിഡ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ലിക്വിഡ് പ്രഷർ എന്ന് പറയാം. സോ സോളിഡ്സ് മാത്രമല്ല പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്, ലിക്വിഡും ഗ്യാസസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത്, നമ്മളെ കയ്യിൽ ഒരു പോളിത്തീൻ കവർ, പ്ലാസ്റ്റിക് കവർ എന്ത് ചെയ്യുക, കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബക്കറ്റ് ഓഫ് വാട്ടർക്ക് നമ്മളെ കൈ മുക്കുക. അങ്ങനെ വെള്ളം നിറച്ച ബക്കറ്റേക്ക് നമ്മളെ കൈ മുക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടും, ആ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മളെ കയ്യിൽ വന്ന് സ്റ്റിക്ക് ചെയ്യുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് കവർ നമ്മളെ കൈമക്ക് വന്ന് സ്റ്റിക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിക്വിഡ് എന്ത് ചെയ്യും, ഇവിടുത്തെ ലിക്വിഡ് ആരാ, വാട്ടറാണ്. അപ്പോൾ വെള്ളം നമ്മളെ പോളിത്തീൻ കവറിൻ്റെ മേലെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു പോളിത്തീൻ കവർ എന്ത് ചെയ്യുന്നത്, നമ്മളെ കയ്യിൽ വന്നിട്ട് ഒട്ടിപ്പിടിക്കുന്നത്. സോ ഇതൊക്കെ നമുക്ക് എന്തിനുള്ള തെളിവുകളാണ്, ലിക്വിഡ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. അങ്ങനെയാണെങ്കിൽ ലിക്വിഡ് പ്രഷറിന് നമുക്ക് എന്ത് ഡെഫിനിഷൻ കൊടുക്കാം, ദ ത്രസ്റ്റ് ദാറ്റ് എ ലിക്വിഡ് എക്സേർട്ട് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് ലിക്വിഡ് പ്രഷർ. ഒരു ലിക്വിഡ് ഒരു യൂണിറ്റ് ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന ത്രസ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ലിക്വിഡ് പ്രഷർ എന്ന്. ഇനി ലിക്വിഡിൻ്റെ കേസാണെങ്കിൽ ആഴം കൂടുന്തോറും എന്ത് ചെയ്യും, ലിക്വിഡിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ ലിക്വിഡിൻ്റെ കേസിലാണെങ്കിൽ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കടലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടലിൻ്റെ ആ ഒരു സർഫസിൽ ഉണ്ടാകുന്നതിനേക്കാൾ പ്രഷർ കൂടുതലായിരിക്കും എവിടെ, ആ ഒരു കടലിൻ്റെ താഴേക്ക് പോകും തോറും പ്രഷർ കൂടിക്കൂടി വരും. അപ്പോൾ ഒരു ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ ആഴം കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും, പ്രഷറും കൂടും. ഇനി ലിക്വിഡ് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാസ് ബൈ വോളിയാണ്. അപ്പോൾ നമ്മൾ ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിളാണ് എണ്ണയും ഓയിലും വാട്ടർ എടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഉണ്ടാവുക, വെള്ളം താഴ്ന്ന് കിടക്കും, മേലെ എന്തുണ്ടായിരിക്കുക, ഓയിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഡെൻസിറ്റി ആർക്ക് കുറവാണ്, ഓയിലിന് കുറവാണ്, അതുകൊണ്ടാണ് ഓയിൽ മേലെ കിടക്കുന്നത്. വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്, അതുകൊണ്ടാണ് വാട്ടർ താഴെ. സോ ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെൻസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ എന്ത് ചെയ്യും, അവിടെ ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ് കമ്പയർഡ് ടു ഓയിൽ. അപ്പോൾ വെള്ളം എടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്, അപ്പോൾ അതിൻ്റെ പ്രഷർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മൾ ഓയിൽ എടുക്കുകയാണ്, ഓയിലിൻ്റെ ഡെൻസിറ്റി കുറവാണ്, സോ അതിൻ്റെ പ്രഷർ എന്ത് ചെയ്യും, കുറവായിരിക്കും. സോ ദ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇൻഫ്ലുവൻസസ് ഇറ്റ്സ് പ്രഷർ. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇൻക്രീസസ് ദ പ്രഷർ ഓൾസോ ഇൻക്രീസസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഫാക്ടേഴ്സാണ് ലിക്വിഡ് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം. ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് ഒരു ഫാക്ടറാണ്. അതായത് ആഴം കൂടുന്തോറും എന്ത് ചെയ്യും, ലിക്വിഡ് പ്രഷർ അവിടെ കൂടും. രണ്ടാമത്തെ ഫാക്ടറാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ എന്തും കൂടും, പ്രഷർ കൂടും. ഈ രണ്ട് ഫാക്ടേഴ്സാണ് ലിക്വിഡ് പ്രഷറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ലിക്വിഡ് പ്രഷറിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് മാനോമീറ്റർ. മാനോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തിനെ മെഷർ ചെയ്യുക, ലിക്വിഡ് പ്രഷറിനെ മെഷർ ചെയ്യുക. ഇനി നമ്മൾ വേറൊരു ആക്ടിവിറ്റി നോക്കുകയാണ്. ഒരു വെസലിൽ ഫുള്ള് വാട്ടർ എടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും ഒരു വെസലിൽ നമ്മൾ വാട്ടർ എടുത്തതിന് ശേഷം ഒരു സ്ട്രോ അതിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഇങ്ങനെ ഊതി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ബബിൾസ് ഇങ്ങനെ അതിൽ നിന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റും. ആ ബബിൾസ് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം താഴെയുള്ള ബബിൾസിന് സൈസ് കുറവാണ്. മേലേക്ക് എത്തും തോറും എന്താ സംഭവിക്കുന്നത്, ബബിൾസിൻ്റെ സൈസ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കറിയാം എന്താണ്, വെള്ളത്തിൻ്റെ ഏറ്റവും താഴെയായിരിക്കും എപ്പോഴും എന്ത് കൂടുതൽ, പ്രഷർ കൂടുതൽ. പ്രഷർ കൂടുമ്പോൾ അവിടെ എന്ത് കുറയും, നമ്മളെ ബബിൾസിൻ്റെ സൈസ് കുറയും. മേലേക്ക് എത്തുമ്പോഴത്തേനും എന്താണ്, പ്രഷർ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ബബിൾസിൻ്റെ സൈസ് വലുതാവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ താഴേക്ക് പോകും തോറും എന്ത് കൂടും, പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ബബിൾസിൻ്റെ വലുപ്പം വളരെ കുറവാണ്. ഇനി പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യും, ആ ബബിൾസിൻ്റെ സൈസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വലുതാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അടുത്ത ടോപ്പിക്കാണ് ഗ്യാസ് പ്രഷർ. ഗ്യാസ് പ്രഷർ എന്ന് പറയുമ്പോൾ ആ വാക്യം തന്നെ നമുക്ക് മനസ്സിലാവും, ഗ്യാസസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഗ്യാസ് പ്രഷർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഗ്യാസ് നോർമലി ഓൺ എ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് ഗ്യാസ് പ്രഷർ.
ഇനി നമ്മൾ ബലൂൺ ഊതി വീർപ്പിക്കാറുണ്ട് അല്ലേ? അങ്ങനെ ഊതി വീർപ്പിക്കുന്ന സമയത്ത് ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീർത്ത് അതെന്ത് ചെയ്യും? പൊട്ടിപ്പോവും. അപ്പോൾ എപ്പോഴാണ് പൊട്ടുന്നത്? നമ്മളെ ബലൂണിൻ്റെ ഉള്ളിലുള്ള എയർ എന്ത് ചെയ്യും? എയർ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രഷറിനെ ബലൂണിന് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത സമയത്ത് എന്ത് ചെയ്യും? അത് പൊട്ടുകയാണ് ചെയ്യുക. അപ്പോൾ കുറേയൊക്കെ ബലൂൺ എന്ത് ചെയ്യും? ആ ഒരു പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഒരു പ്രഷർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും സഹിക്കാൻ പറ്റാതെ എന്ത് ചെയ്യും? ബലൂണ് പൊട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ പറയുന്നതാണ്, നമ്മളിങ്ങനെ ഊതി വീർപ്പിക്കുന്നതിനനുസരിച്ച് അതിൽ എന്ത് ചെയ്യും? എയറിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കൂലേ? നമ്മളിങ്ങനെ വീർപ്പിക്കുന്ന സമയത്ത് ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ആ ബലൂണിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഗ്യാസിൻ്റെ പ്രഷറും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഗ്യാസ് പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഗ്യാസ് പ്രഷറും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ബലൂണ് വീർപ്പിക്കുമ്പോൾ കൂടുതൽ വീർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായാലും ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അത് ഒരുപാട് പ്രഷർ എക്സേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും കൂടും? ഗ്യാസ് പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മൾ 2 ബലൂൺ എടുക്കുക. 2 ബലൂണിലും ഒരേ ക്വാണ്ടിറ്റി എയർ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടിലും ഒരേ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 2 ബലൂണിലും നമ്മളെന്താണ്? ഒരേ എയർ ആണ് നിറക്കുന്നത്. രണ്ടും ഡിഫറെൻറ്റ് സൈസിലുള്ള ബലൂണാണ്. ഒന്ന് ചെറിയ ബലൂണാണ്, ഒന്ന് വലിയ ബലൂണാണ്. രണ്ടിലും ഒരേപോലെ ഒരേ ക്വാണ്ടിറ്റി എയർ ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് പറയാം? 2 ബലൂണിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്താണ്? ഈക്വൽ ആണ്. ഇനി ചെറിയ ബലൂണിലായിരിക്കോ വലിയ ബലൂണിലായിരിക്കോ കൂടുതൽ പ്രഷർ ഉണ്ടായിരിക്കുക? ചെറിയ ബലൂണിലാണ് എന്തുണ്ടായിരിക്കുക? കൂടുതൽ പ്രഷർ ഉണ്ടായിരിക്കുക. കാരണം അവിടെ കുറച്ച് സ്ഥലമുള്ളൂ. അപ്പോൾ അതിലുള്ള എന്ത് ചെയ്യും? പാർട്ടിക്കിൾസ് പ്രഷർ കൊടുക്കുമ്പോൾ വലിയ ബലൂണാകുമ്പോൾ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന പ്രഷറിനേക്കാൾ കുറവായിരിക്കും ചെറിയ ബലൂണിൽ എന്തുണ്ടായിരിക്കുക? പ്രഷർ ഉണ്ടായിരിക്കുക. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്യാസ് പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഓൺ ഇറ്റ്സ് വോളിയം. വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത്? ഗ്യാസ് പ്രഷർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു വീർപ്പിച്ച ബലൂൺ നമ്മൾ സൺലൈറ്റിൽ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ കാണുക? കുറേ നേരം കഴിഞ്ഞാൽ ബലൂൺ അവിടെ ഇരുന്ന് എന്ത് ചെയ്യും? പൊട്ടും. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പൊട്ടുന്നത്? കാരണം അതായത് നമ്മളെ ബലൂണ് നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ സൂര്യപ്രകാശം കാരണം എന്ത് ചെയ്യും? അതിലുള്ള മോളിക്യൂൾസ് ചൂടാവുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് ഇങ്ങനെ പ്രഷർ എന്ത് ചെയ്യും? കൂടുതൽ കൊടുക്കും. അപ്പോൾ പ്രഷർ അവിടെ കൂടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ബലൂണ് പൊട്ടുകയാണ് ചെയ്യുക. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്യാസ് പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ഗ്യാസ് പ്രഷറും അതുപോലെ കൂടും. ഇനി നമ്മുടെ എർത്ത് സർഫസിൽ നിന്നും ദൂരം കൂടുന്തോറും, അതായത് ഹൈറ്റ് കൂടുന്തോറും അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്തോറും എന്താ സംഭവിക്കുക? അറ്റ്മോസ്ഫറിക് പ്രഷർ കുറയുകയാണ് ചെയ്യുക. സോ എർത്ത് സർഫസിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? അറ്റ്മോസ്ഫറിക് പ്രഷർ കുറയും. അറ്റ്മോസ്ഫറിക് പ്രഷർ ഡിക്രീസസ് ആസ് ഹൈറ്റ് ഫ്രം ദി എർത്ത് സർഫസ് ഇൻക്രീസസ്. അറ്റ്മോസ്ഫറിക് പ്രഷറിനെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെ പറയുന്ന പേരാണ് ബാരോമീറ്റർ. ബാരോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യുക. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫറിക് പ്രഷർ ഈസ് എ ബാരോമീറ്റർ. ഇനി നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് നോക്കാം. അതിനെ നമുക്ക് അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ സിറ്റുവേഷനാണ് റബ്ബർ സക്കേഴ്സ് സ്റ്റിക്ക് ടു സ്മൂത്ത് സർഫസസ്. സ്മൂത്ത് സർഫസസിൽ റബ്ബർ സക്കേഴ്സ് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റബ്ബർ സക്കേഴ്സ് ഇങ്ങനെ സ്മൂത്ത് സർഫസിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ സ്ഥലത്തുള്ള എയർ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അപ്പോൾ ആ റബ്ബർ സക്കറിൻ്റെ ഉള്ളിലുള്ള പ്രഷർ എന്താണ്? കുറവാണ്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ പുറത്തുള്ള എയർ പ്രഷർ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. റബ്ബർ സക്കറിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറവായിരിക്കും, പുറത്തുള്ള എയർ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? പുറത്തുള്ള എയർ ആ റബ്ബർ സക്കറിന് എന്ത് ചെയ്യും? കൂടുതൽ പ്രസ് ചെയ്യും. അങ്ങനെ സർഫസിൽ നല്ല ടൈറ്റായിട്ട് അതെന്ത് ചെയ്യും? സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷനാണ് മൗണ്ടെയിൻ ക്ലൈംബേഴ്സ് ഓഫൻ എക്സ്പീരിയൻസ് നോസ് ബ്ലീഡ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്. നല്ല ഉയരത്തേക്ക് പോകുന്ന സമയത്ത് മൗണ്ടെയിൻ ക്ലൈംബേഴ്സിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നോസ് ബ്ലീഡിങ് സംഭവിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഉയരം കൂടുന്തോറും ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ എന്ത് കുറവാണ്? അറ്റ്മോസ്ഫറിക് പ്രഷർ കുറവാണ്. അങ്ങനെ കുറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മളെ ശരീരത്തിൽ എന്തുണ്ട്? നമ്മൾ
നമ്മുടെ ബ്ലഡിനൊക്കെ ഒരു പ്രഷറുണ്ട്. ആ പ്രഷർ എന്താവും, നമ്മൾ മേലെ പോകുന്ന സമയത്ത് ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ അവിടുത്തെ പ്രഷർ കുറവാണ്. അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രഷർ എന്താണ്, കൂടുതലാണ്. അങ്ങനെ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുമ്പോൾ നമ്മളെ നോസിലൊക്കെ നമുക്ക് വളരെ ചെറിയ ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ടാവും, ചെറിയ ഞരമ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യും, പ്രഷർ കൂടിയിട്ട് അതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, പൊട്ടാനായിട്ട് തുടങ്ങും. അതാണ് എന്തിന് കാരണം, നോസ് ബ്ലീഡിങ്ങിനൊക്കെ കാരണം. അപ്പോൾ എക്സാമിന് ഇതുപോലെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെ ബേസിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറയാറുണ്ട്. സോ ഇത്രയ്ക്കാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.